സ്റ്റൈൽ ചെയ്താൽ എന്താ? ഞാൻ തന്റെ മുടി ഇങ്ങനെ ഇട്ടതിന് പ്രൈസ് മാത്രം. ഓഹോ, സ്റ്റൈല് കാണിക്കുന്നെന്ന്. ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞങ്ങൾ ഇന്നൊന്ന് വെളിയിലൊക്കെ പോയിട്ട് വന്നതാ. ഞാൻ ഇന്ന് ഇൻട്രോ ഒരു 3 മണിയായി. ഇൻട്രോ ഈ സമയത്താണ് എടുക്കുന്നത്. അപ്പം ഈ നിമിഷം വരെയുള്ള എൻ്റെ ഇന്നലത്തെ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വരെ എന്താ അതിശയം, ഞാനങ്ങനെ വിട്ടിട്ട് ഇല്ലല്ലേ. അതുകൊണ്ട് ചെയ്ത് നോക്കേ, നല്ല മാറ്റമുണ്ട്. ആ ഫേസ് പാക്ക് നമുക്ക് ആഴ്ച 2 ദിവസമൊക്കെ ഉപയോഗിക്കാം. പിന്നെന്താ, സത്യം ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോഴത്തേന് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഫേസിന്, നല്ല സോഫ്റ്റ്നെസ്സും. അപ്പം ഒരു കമൻറ്റ് വന്ന്, ചേച്ചി ഞാൻ ഇതൊന്നും മുഖത്തിന് അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന്. ഞാനും ചെയ്യാറൊന്നുമില്ല ഒന്നും ഫേസിൽ, ഞാനും പൗഡർ പോലും ഇടാറില്ല. പിന്നെ അപ്പോൾ ഇങ്ങനെ പലരും പറയുന്നത്, കുക്കിംഗ് വീഡിയോ മാത്രം കണ്ട് കണ്ട് ബോറടിച്ചപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരെണ്ണം ഇട്ടതാണ് ഞാൻ. അത് കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ച് ചെയ്യാമെന്ന് വരുന്നത് നല്ല ഗുണമുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ കാണിച്ചതാണ്. പിന്നെന്താ, ഇപ്പം കുറേ എൻ്റെ റെഗുലറായിട്ട് എനിക്ക് ഡെയിലി വീഡിയോ കമൻറ്റ് ഇടാത്ത കുറേ ആൾക്കാരും ഇപ്പം വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ അന്ന് നെഗറ്റീവായിട്ട് എനിക്ക് കമൻറ്റ് വന്നെൻ്റെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി എത്ര പേര് പറയുന്നു, ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. ഞാൻ പറയണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ നെഗറ്റീവിൻ്റെ കാര്യം. പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി എത്ര പേര് എന്നെ എൻ്റെ വീഡിയോ കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം അവർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഒന്ന് നമുക്ക് ഒരവസരം കിട്ടി. അപ്പോൾ ചിലർ പറയും, ചേച്ചി ഞങ്ങളുടെ തിരുന്ന് ഞങ്ങളുടെ ആരോ ഒരാൾ കൂട്ടിരുന്ന് സംസാരിക്കുന്നവർ തോന്നും, അവർ കുക്കിംഗ് ചെയ്യുമ്പോൾ വീഡിയോ ഇടും, അപ്പം ആരോ അടുത്തിരുന്ന് സംസാരിക്കുന്നവർ തോന്നും. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം. ഇപ്പം ചിലർ USA-യിലായിരിക്കും, ചിലർക്ക് ഗൾഫിലായിരിക്കും, അവിടെയൊക്കെ ഞാൻ പോയി ഇരിക്കും അവരുടെയൊക്കെ അടുത്ത്. അല്ലേ, മനുഷ്യനല്ലേ, എവിടെ വരെയൊക്കെ പോകാം. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന ഞാനിപ്പോൾ USA പോയി. മനുഷ്യൻ്റെ ജീവിതവും അതുപോലെ തന്നെ ഒരു നിമിഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. നമ്മളാരും അഹങ്കരിക്കണ്ട, നെഗളിക്കണ്ട. പിന്നെന്തോ, എനിക്ക് ചുമ, എൻ്റെ മക്കളുമാരെ ഇന്നലെ രാത്രി മൊത്തം അങ്ങ് ഡ്രൈ ചുമച്ച് രാവിലെ ആണെങ്കിൽ എനിക്ക്, അപ്പം ഞങ്ങൾക്ക് ഇന്ന് ബാങ്കിൽ പോകണമായിരുന്നു. ഇന്നലെ പറഞ്ഞ് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാമെന്ന് അപ്പോൾ ബാങ്കിലെ കോച്ചൻ പറഞ്ഞാ. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാ ഇന്ന് വെളിയിൽ പോകണമെന്ന് ചിന്തിച്ചത്. പക്ഷേ രാവിലെയാണ് റീച്ചാർഡ് ഞാൻ പറഞ്ഞു, എന്തോ പറഞ്ഞു, മെസ്സേജ് എന്തുവാ നീ പറഞ്ഞെന്തുവാ? ഞാൻ പോകുന്നില്ല, എനിക്കങ്ങ് വയ്യങ്ങ്. കാരണം ചുമയുടെ മരുന്ന് കുടിച്ച് എനിക്കങ്ങ് മരുന്ന് എനിക്ക് അത് കുടിക്കുമ്പോഴേ അങ്ങനെ കൈയൊക്കെ അങ്ങ് വിറയ്ക്കുവാണ്, ഷിവറിങ് പോലാവും. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ചിന്തിച്ചു, ഇന്നലെ ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്കിനുള്ള കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു ചപ്പാത്തിക്ക്. അപ്പോൾ ഞാൻ ഇനി തിങ്കളാഴ്ച, നാളെ സാറ്റർഡേ ഇല്ല, തിങ്കളാഴ്ച പോവുകയാണെങ്കിൽ വീണ്ടും ഞാൻ ഇനി ഉണ്ടാകും. ഞാൻ ചിന്തിച്ചെന്നങ്ങ് പോകാമെന്ന് പോയി അതെല്ലാം ചെയ്തിട്ടൊന്നും എനിക്ക് വയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണം, തൊട്ട ഇവിടെ അങ്ങ് ഭയങ്കര വേദന. ഈ വിയർപ്പൊക്കെ താഴുന്നേ, അല്ലാതെ ഞാൻ തണുപ്പോ ഒന്നും എടുത്ത് കഴിച്ചിട്ടേ ഇല്ല. വിയർപ്പ് താഴുന്നതാണ്, അത്രയ്ക്ക് ചൂടാണ്. ഇനിയിപ്പോൾ എന്തോന്നാലും ഒരാഴ്ച, ഇന്ന് രാവിലെ നല്ല കൂള് പോലെ കിടക്കും. ഞാൻ ചിന്തിച്ചിപ്പോൾ മഴ പെയ്യുമെന്ന്, അങ്ങനെ കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്ന്. പക്ഷേ എനിക്ക് ഉറക്കവും വരത്തില്ല. ഇച്ചിരി ചൂട് കാപ്പിയോ എല്ലാം കുടിക്കാൻ തോന്നുന്നു. കുറച്ച് അന്ന് മലയാളിക്കടയിൽ കയറണേ, ചുക്ക് കാപ്പി കണ്ടോണ്ടേ ഞാൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്നു. വേണ്ട, ബെൻസി എനിക്ക് ചുക്ക് ഇതിൻ്റെയൊക്കെ മസാല കരിപ്പൊട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതിട്ട് ഒരു ഗ്ലാസ് വെള്ളം അനച്ച് കുടിക്കണം, വൈകിട്ടാവട്ടെ. ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഇവർക്കെല്ലാം കൊടുത്തു, ജോലി തുണിയൊക്കെ വിരിക്കണം.
ജിഞ്ചർ ലൈനിലെ കൊക്കം കുടിക്കുന്നില്ല, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ അത് കുടിച്ചാൽ പ്രയോജനമില്ല. ഇപ്പൊ ഇന്നാളി ഇവന് ഞാൻ താഴേന്ന് വന്നിട്ട് ഒരു കൊക്കം കൊടുത്തില്ലേ, അതെന്ന് പറയുന്നത് ഒരു ഈ നമ്മുടെ ഈ കുടംപുളിയുടെയൊക്കെ കൂട്ടുള്ള ഈ കൊക്കം എന്ന് പറയുന്നത് അത് ഇച്ചിരി മധുരവും ഉപ്പും ഒക്കെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് തീർന്നു, ഇവന്മാർ തീർത്ത് ഡിമാർട്ടിൽ പോയി ഞാൻ റീചാർജ് തുറഞ്ഞ് ഇഞ്ചിയും അതുകൂടെ ചേർന്നതുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ. അത് നല്ല നാരങ്ങയും ഇഞ്ചിയൊക്കെ ചേർന്നത്, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറേ കാണും, അതൊന്നും അടിച്ച് ചേർത്തിട്ടതില്ലായിരിക്കും. അത് അവൻ ചോദിക്കുക, ആ മമ്മി അത് കുടിക്കുക അന്നേരം കുറവ് എന്ന് വെച്ചാൽ അവനോട് ഇച്ചിരി കിട്ടും. ഒരു പ്ലീസും ഇല്ല ഇപ്പം. ഇനിയിപ്പോൾ പിടിച്ച് ഞാൻ കിടത്താൻ പോവാം. നമ്മുടെ കണ്ണിലെങ്ങാണ് ഇച്ചിരി മയക്കം കയറുന്നുണ്ടെങ്കിൽ അവൻ ഊർന്ന് പോവും വെളിയിലും. എന്നിട്ട് അവിടെ പോയി രണ്ടുകൂടെ ബഹളം വെക്കുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനെ ചില സമയത്ത് ഞാൻ ചിലരുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. ചില സമയത്ത് ഇങ്ങനെ ക്ഷീണമോ വല്ലതും ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ രാത്രിയിൽ ഉറക്കം കാണത്തില്ല അങ്ങനെ. അപ്പോൾ ഒന്ന് കണ്ണി മയക്കം വരുമ്പോഴേക്കും ഇപ്പം കിടന്ന് ബഹളം വെക്കുന്നത്. ഇനി നമുക്ക് ചിരിക്കാം, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, പോണ്ട. അപ്പം ഈ വീഡിയോ ഞാൻ ഇന്നലെ ടിപ്സ് ഇട്ടില്ലേ, ഇന്നത്തെ ദിവസമാണ് ഞാൻ ആ ടിപ്സും എടുത്തത്. അപ്പം ഞാൻ ഈ വീഡിയോ ഒന്നും ഇടാതെ ടിപ്സ് മാത്രം ഇന്നലെ ഇട്ടതാണ്. അപ്പം ഇന്ന് രാവിലെ ഗോതമ്പ് പുട്ടും കടലക്കറിയുമാണ്. ഈ ഗോതമ്പ് പുട്ടും കടലക്കറിയൊക്കെ പോളിന് ഇഷ്ടമാണ്. ഈ പഴം കൂട്ടി കഴിക്കുന്നതിനേക്കായി അവനിഷ്ടം ഇതാ. പക്ഷേ ചെറിയവന് പഴം കൂട്ടി കഴിക്കുന്നത്, അതുകൊണ്ട് പല സ്വഭാവമായി പിള്ളേർക്ക് രണ്ടേയും. അപ്പം ഞാൻ പുട്ട് എന്നും ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ചപ്പാത്തിയേക്കായി കുറച്ചുകൂടെ ലൂസായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇങ്ങനെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പിന്നെ ഡ്രൈ പൗഡർ കൂടെ ഇട്ട് പൾസ് ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമുക്ക് നനച്ചെടുക്കാൻ പറ്റും. അന്നേരം നല്ല ചൂടോടെ കഴിക്കണം, നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ പൾസ് ചെയ്തെടുത്ത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ടാണ് കിട്ടിയേക്കുന്നത്. അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് കടലക്കറിക്കായിട്ട് കടലയൊക്കെ ഞാൻ ഒന്ന് വെള്ളത്തിൽ ഇട്ടായിരുന്നു. ആ കടല ഞാനൊരു 5-6 വിസിലടിച്ച് വേവിച്ചെടുത്തു. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്തു. എന്നിട്ട് കുറച്ച് തേങ്ങയും ഇച്ചിരി മഞ്ഞപ്പൊടിയും 2 ഏലക്കയും അതുകൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ട് അരച്ചിട്ട് അതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി തേങ്ങ അരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇത്തിരി ഒരു കൊഴുപ്പായിട്ട് കിട്ടും. ചുമയായതുകൊണ്ട് തൊണ്ട ഒരു ഇത്തിരി സൗണ്ട് എൻ്റെ ഒരു വല്ലാതെ അടച്ചിരിക്കുക. ഈ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു, വിയർപ്പ് താണേൻ്റെ ആണെന്ന് തോന്നുന്നു, പെട്ടെന്നൊരു ചുമ വന്നു. അപ്പോൾ കറിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൂടെ വറുത്തി ചേർത്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കറി ഞാൻ അതുപോലെ എടുത്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്കിനുള്ളത് ഇവിടെ ഒരു ചെറിയ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ചൂടായതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങൾ പന്നലാവുന്നുണ്ട്. അപ്പം ഞാൻ ഈ അടുക്കളയിലൊക്കെ നന്നായിട്ടങ്ങ് ചൂടല്ലേ, അപ്പോൾ ഈ കറിയൊക്കെ ആണെങ്കിലും പെട്ടെന്നൊരു 4-5 മണിയാകുമ്പോഴത്തേന് പന. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാത്രത്തിൽ മാറ്റിയിട്ട് തണുക്കുന്നുടനെ അങ്ങ് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ ചായ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഞാനിവിടെ പുട്ടൂറ്റി അവിടെ വെള്ളം വെച്ച് അതിപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് തേങ്ങ ഇട്ട് പുട്ടൊന്ന് ഉണ്ടാക്കട്ടെ. ചൂടോടെ ഉണ്ടാക്കുന്ന അങ്ങ് കൊടുക്കുക. പോൾമോനും ഡാഡിക്കും അങ്ങ് ആദ്യം കൊടുക്കും. പ്രീസമ്മും കുറച്ച് ലേറ്റായിട്ടേ കഴിക്കൂ. റേച്ച ബാഡ്മിൻ്റൺ കളിക്കാൻ പോയേക്കോ, ഇങ്ങ് എത്തിയില്ല. അപ്പം ചായ ഇപ്പം എനിക്കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇവിടെ നിന്ന് ഇച്ചിരിച്ച് കുടിക്കും. എനിക്കും പക്ഷേ പുട്ടും പഴം കൂടെ ഇഷ്ടം. ഇവിടെ ഈ പോൾമോന ഞങ്ങൾ പണ്ട് ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല. പുട്ടും പഴവും അങ്ങനെയുള്ളൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ പോൾമോന് കഴിക്കാൻ കൊടുത്തു. അവന് ഇത്തിരി കറിയൊക്കെ കൂടുതൽ വേണം. അപ്പോഴത്തേക്കിന് റേച്ചാൻ വന്ന്. റേച്ചാന് ചായയും കൂടെ കൊടുക്കട്ടെ. വിയർത്ത് കുളിച്ചല്ലേ?
ഇതിപ്പോഴും ഇടത്തിലല്ലേ. റേച്ചാനും പുട്ട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഈ പുട്ടിൻ്റെ പകുതി റൈസമ്മോനും പകുതി റേച്ചാനും ഇങ്ങനെ നടുക്ക് ഇച്ചിരി തേങ്ങ ഇട്ടതാണ്. റേച്ചാന് പഴമൊന്നും വേണ്ട, തേങ്ങ ഇടുന്നത് അതാ താല്പര്യം. പിന്നെ ഇന്ന് ഇച്ചിരി കറി ഒഴിച്ച് ഞാൻ പുട്ടുണ്ടാക്കിയുണ്ടേ ഇച്ചിരി ചോളപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ലാസ്റ്റിൽ പൊടി തീരാറായിരുന്നു. എനിക്ക് ഇച്ചിരി സെപ്പറേറ്റ് ചോളപ്പൊടിയാണ് കൂടുതലും ചേർത്ത് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം അടുത്ത പരിപാടികളെന്ന് പറയുന്നത് നമ്മുടെ ഈ പാദാപുറമൊക്കെ ക്ലീനിങ്ങും പാത്രം കഴുവക്കും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്നലെ കഴുകിയതൊക്കെ ഇനിയും എടുത്ത് വെക്കണം. എന്നിട്ട് ഇന്ന് കഴുകിയതൊക്കെ ഇതിൻ്റെ അകത്ത് എടുത്തിടണം. ഞാൻ പറഞ്ഞില്ലേ അന്ന് മലയാളി കടയിൽ നിന്ന് കോക്കനട്ട് ഓയിലും വാങ്ങിച്ചായിരുന്നെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോക്കനട്ട് ഓയിലാണ് വാങ്ങിച്ചത്. 270 രൂപ. പിന്നീട് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. വെണ്ടയ്ക്കയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒരു മെഴുക്കുവരട്ടി വെക്കാനായിട്ട്. അതങ്ങ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് ഇട്ടാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് പോയി നോക്കിയാൽ മതിയല്ലേ. അത് അവിടെ കിടന്ന് ആയിക്കോളിച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ അതിലേക്ക് 2 സവാളയും ഒരു ടൊമാറ്റോയുടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ റൈസമ്മോന് ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മെഴുക്കുവരട്ടിയൊക്കെ ഇട്ട് അത് ലാസ്റ്റ് സ്റ്റേജായി. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നടുക്കൊരിച്ചിരി ഒന്ന് പിടിച്ച്. അപ്പോൾ ആ നടുക്കത്തെ അതുണ്ടല്ലോ ആ ഉള്ളിയൊക്കെ വഴന്നേ, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മെഴുക്കുവരട്ടി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മോരുകറിക്കിരിക്കട്ടെ. ഇത് മീൻകറിക്ക് കൊടുക്കാം. ഇനിയും മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും നാൾ നമുക്ക് മീനൊക്കെ ഞാനെന്ത് പറയുമായിരുന്നു, ഈ അച്ചാറിന് മീൻ കിട്ടിയിട്ട് നമ്മളെ ബാക്കിയുള്ള മുള്ളും തലയൊക്കെ വെച്ചാൽ എന്തിക്കോ ഇതിനി എപ്പോൾ തീരുമെന്ന്. ഇന്ന് ലാസ്റ്റാണ്. അപ്പോൾ ഇനിയും ചിന്തിക്കും, അതേലും കിട്ടിയായിരുന്നെങ്കിലെന്ന്. അതാ മനുഷ്യൻ. ആ സമയത്ത് ചിന്തിക്കുകയോ ഒന്നും വേണ്ട. ഇപ്പം മത്തിയാണേലും ചാളയാണേലും അയലയാണേലും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നാ വാഷിങ് നടക്കും. അതാ കൂ 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 കേൾക്കുന്നത്. ചൂട് കാരണം നിൽക്കാൻ വയ്യേ ദൈവമേ. എന്താ കാക്കേ? ഈ കാക്കകളുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒന്ന്, ഞാൻ ചിലപ്പോൾ ഇവിടെ വന്ന് സ്ഥിരം 2 കാക്ക വരും. ആ ജനലിൻ്റെ അവിടെ ഈ മീൻ വെട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും. അത് വെക്കുന്ന കണ്ടാലേ എവിടെ ദൂരെ ഇരുന്നാലും അത് പറന്ന് വരും. പക്ഷേ അത് മറ്റുള്ളവരെയും കൂടെ വിളിക്കുമെന്നുള്ളതാണ്. മനുഷ്യനാണെങ്കിൽ അത് എന്തെങ്കിലും കിട്ടിയാൽ മറ്റുള്ളവർ കാണാതെ അത് അമക്കാൻ നോക്കും. ഈ കാക്കകൾ അങ്ങനല്ല. മറ്റുള്ളവരെയും കൂടെ വിളിച്ചു കൂട്ടി അതുങ്ങളെല്ലാം കൂടെ അപ്പോഴത്തേക്കും പറന്ന് വരും. ഞാൻ അങ്ങോട്ട് ജനലിൻ്റെ അവിടെ ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലും നോക്കി കരയെന്ന് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിന്നിട്ട് അങ്ങ് ജനൽ അടയ്ക്കും. അപ്പം നമുക്കറിയാം അത് ദൂരെ എവിടെയെങ്കിലും ഇരിക്കുമായിരിക്കും. പക്ഷെ ഞാൻ ആ വെക്കുന്ന ഉടനെ അത് ഓടി സൗണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെയും കൂടെ വിളിക്കും. അപ്പം ഞാനിതെല്ലാം തിളച്ചെണ്ണ ഇതിലോട്ട് ഇട്ടൊന്ന് കൊടുത്തിട്ടുണ്ടേ. ഇത് ഇന്നുകൊണ്ട് ലാസ്റ്റായിരുന്നു നമ്മുടെ തലയും മുള്ളും കറി. അപ്പോൾ മോരിന് തൈര് നമ്മൾ മിക്സിയിൽ അടിച്ചുണ്ടേ. ഞാൻ ഇച്ചിരി മോരും വെള്ളം കുടിക്കാൻ ഇത്തിരി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇത്തിരി മോരെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചുമയും വെച്ചിട്ട് മോരും വെള്ളം കുടിച്ചോന്നു. ഇല്ല, ഇത് ഇന്നലെ എടുത്ത വീഡിയോ അല്ല, 2-3 ദിവസമായി. ഞാൻ പറഞ്ഞില്ലേ ആ ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ അകത്തുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി സമയമുള്ളത് കൊണ്ട് ഇതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു.
അപ്പോൾ ഇനി നമ്മൾ മീൻ കറിക്ക് ഉണ്ടാക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അത് ഇച്ചിരി മാറ്റി വെച്ചായിരുന്നല്ലേ, അതിപ്പോൾ എടുത്ത് മോര് കറിക്ക് കടുക് വറക്കാൻ നേരം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത്തിരി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കടുകും സ്വല്പം ജീരകവും കൂടെ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇടും. അപ്പോഴത്തേക്കും കുറേ നേരമായി തുണികളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അതവിടെ ഇട്ടേക്കുമായിരുന്നു, ഇതെല്ലാം ഒന്ന് ഒതുങ്ങട്ടെന്നും പറഞ്ഞു. എന്നിട്ടിപ്പം മോരുകറി ആയല്ലേ, അപ്പം ഞാൻ പിന്നെ തുണികളെല്ലാം കൂടെ വിരിക്കാനായിട്ട് പോയി. ഇന്നിപ്പോൾ ഇവിടെ ഇടാൻ ഷീറ്റുകളാണ്. ഇന്നലെ പോൾമോൻ്റെ അപ്പച്ചൻ്റെയൊക്കെ ഷീറ്റൊക്കെ മാറ്റിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് ഇവിടെ വിരിച്ചിടണം. അപ്പം ഫ്രണ്ട് റൂമിലുള്ള തുണി ഇന്ന് കുറവാണ്. അപ്പം മീൻകറിയൊക്കെ ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ടേ. ഇനി ഉച്ചയ്ക്കുള്ള ഊണ് വിളമ്പട്ടെ. അവർക്കൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ഇച്ചിരി സ്പീഡിലായിട്ടേക്കുന്നേ, അപ്പം നിങ്ങൾക്ക് ഇത്തിരി സൗണ്ട് സ്പീഡായിട്ട് തോന്നും. മോര് ഇതിനകത്ത് നല്ല പീസും ഉണ്ട്, ഞാൻ അതെടുക്കുന്നില്ല. ഒരു മുള്ളെടുക്കാം. കുറച്ച് വെണ്ടയ്ക്ക മേൽക്കൊട്ടില്ല. പയർ പോരെ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചോണ്ടേ ഇച്ചിരി നല്ല ഉപ്പ് എന്തോത്തിനാന്ന് ഞാൻ മനസ്സിലായില്ലോ. നോക്കിയോണ്ടേ മീൻ കറിക്കാം. അപ്പോൾ എന്തോ ചെയ്യും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് അതിൻ്റെ ഉപ്പ് കുറയ്ക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരു ടിപ്സ് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് തൊലി കളയാതെ ഇട്ടാലും കുഴപ്പമില്ല കറിക്കകത്ത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, തൊലി ഒന്ന് കളയുന്നുണ്ട്. ഒരു 2-3 മണിക്കൂർ ഞാൻ അങ്ങനെ ഇട്ടിരുന്നത്. രാത്രി പിന്നെ എടുത്ത ഉടനെ അത്ര കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തേൻ്റെ ഉപ്പ് കുറച്ചൊക്കെ ഉരുളൻകിഴങ്ങ് അങ്ങ് വലിച്ചെടുത്ത്. ചോറും ഉരുട്ടിയിടാവുന്ന പറയാം. നാട്ടിലൊക്കെ ആണെങ്കിൽ കരിക്കട്ട അമ്മ ഇടുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ കരിക്കട്ടയൊന്നും കിട്ടത്തില്ലല്ലേ. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മുറിച്ച് ഇനി കറിയിലോട്ടിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.